ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് പറഞ്ഞെന്നറിയോ? സുമയ്യ ബീവി പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പിന്തിരിയണം, അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. പിൻവലിക്കൂല എന്ന് പറഞ്ഞു. അതിൽ ചുട്ടുപഴുത്ത കമ്പി ഇരുമ്പ് ഗുഹ്യസ്ഥാനത്തേക്ക് കുത്തിക്കയറ്റി അബൂജഹൽ. അപ്പോഴും പിന്മാറിയില്ല. വേദനയിൽ പൊളഞ്ഞപ്പോഴും ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് പിന്മാറുമോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷഹീദാണ് ആര്? ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദുമാരാണ് സുമയ്യ ബീവിയാണ്. ആ സുമയ്യ ബീവിനോടൊക്കെ അല്ലാഹു തആല പറയും, ഇന്ന ഹാദാ കാന ലക്കും ജസാഅ, ഇതൊക്കെ നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. വകാന സയ്യിക്കും മഷ്കൂറാ, നിങ്ങളുടെ ത്യാഗങ്ങൾ ഇതിനൊക്കെ യോഗ്യമായിരുന്നു എന്ന്. സുമയ്യൻ്റെ ഭർത്താവാണ് യാസിർ. യാസിറിനെ പോലെ അങ്ങനെ കൊന്നു. യാസിറിനെയും കൊന്നു. യാസിറിനോടും അല്ലാഹു പറയും. യാസിറിൻ്റെ ഭാര്യൻ്റെ പേരെന്താ നിങ്ങൾക്ക് അറിയോ? യാസിറിൻ്റെ സുമയ്യ. ആ യാസിറിൻ്റെ മകൻ്റെ പേര് അമ്മാറുമാണ്. അതൊരു സ്വഹാബി കുടുംബമാണ്. യാസിർ, സുമയ്യ, അമ്മാർ. അങ്ങനെ യാസിറിനെ സുമയ്യാനെയും കൊന്നപ്പോൾ അമ്മാറിനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞതാണ്, സബ്റൻ യാ അഹ്ല യാസിർ വലക്കുമുൽ ജന്ന, ക്ഷമിച്ചോ യാസിർ കുടുംബമേ, ക്ഷമിച്ചോ, നിങ്ങൾക്ക് സ്വർഗ്ഗമാണ്. റസൂൽ ആരോട് പറഞ്ഞു? അമ്മാറിനോട്. അങ്ങനത്തെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെന്ന് ജീവൻ തന്നെ അതിനു വേണ്ടി കൊടുക്കാൻ തയ്യാറാകുക. അതാണ് ശരിക്കും സ്വർഗത്തിൻ്റെ വില എന്നാണ് ഖുർആനിൽ പറയുന്നത്. സ്വർഗത്തിൻ്റെ വില ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ജീവൻ. എവിടെ പറഞ്ഞത്? ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇസ്തറ എന്ന കച്ചവടം ചെയ്ത് വാങ്ങുന്നതാണ്. ബാഅ വിറ്റു, ഇസ്തറ വാങ്ങി. വിൽക്കണേന് ബാഅ എന്ന് പറയും, ഇസ്തറക്ക് വാങ്ങി എന്ന് പറയും. അപ്പോൾ അല്ലാത്തൊരു കച്ചവടമാണ്. പല സ്ഥലത്തും ഈ കച്ചവടമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഉസാറുണ്ട് അധികം ഉണ്ടാവുമല്ലോ. അതിനാണ് അല്ലാഹുത്തആല അങ്ങനത്തെ വാക്ക് പ്രയോഗിക്കുന്നതാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനിക്കാരും ക്ലാസ് പള്ളി എന്ന് പറഞ്ഞ മാർക്കല്ല. ഭയങ്കര എല്ലാവർക്കും എന്ത് കച്ചവടം നോക്കും. അതുകൊണ്ട് കച്ചവടത്തെ പറ്റി പലപ്പോഴും ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നല്ലാഹ അശ്തറ, അല്ലാഹുത്തആല കച്ചവടം ചെയ്ത് വാങ്ങിയിരിക്കുന്നു. മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന്, അൻഫുസഹും അവരുടെ ശരീരത്തെയും, വ അംവാലഹും അവരുടെ സമ്പത്തിനെയും. എന്താ വില? അള്ളാഹ് കൊടുക്കുന്ന വില എന്താ? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉണ്ടായിരിക്കും. അപ്പോൾ സ്വർഗത്തിന് പകരമായി അള്ളാഹ് ഇങ്ങോട്ട് തരുന്ന സ്വർഗം പകരം വിലയായിട്ട് നമ്മളാണ്ട് കൊടുക്കേണ്ടത്. നമ്മൾ ജീവനും കൊടുക്കണം, സമ്പത്തും കൊടുക്കണം.